ന്യൂസ് ടൈം തുടരുന്നു. ആദിവാസികളുടെ ഭൂമിയിൽ സർക്കാർ വെച്ചുപിടിപ്പിച്ച റബ്ബർ മരങ്ങളിൽ നിന്ന് ആദായമെടുക്കുന്നത് ഇടനിലക്കാർ. റബ്ബർ തോട്ടത്തിന്റെ ഉടമകളായ ആദിവാസികൾക്ക് താരതമ്യേന തുച്ഛമായ തുക നൽകി അതേ തോട്ടത്തിൽ തൊഴിലാളികളാക്കിയാണ് ചൂഷണം നടക്കുന്നത്. ഞാറനീലി എന്ന ഈ ആദിവാസി മേഖലയിലെ റബ്ബർ വെട്ടി ഷീറ്റുണ്ടാക്കി വിൽക്കുന്നവർ ആദിവാസികളല്ല, പുറത്തുനിന്നെത്തുന്ന പാട്ടക്കാരാണ്. തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിലെ ഞാറനീലിയിലെ ആദിവാസികൾ പട്ടിണിയും പരിവട്ടവുമില്ലാതെ മാന്യമായി ജീവിക്കേണ്ടവരായിരുന്നു. 50 സെന്റ് മുതൽ 7 ഏക്കർ വരെ റബ്ബർ തോട്ടമുള്ള ഈ കുടുംബങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും സ്വന്തം തോട്ടത്തിൽ പാട്ടക്കാരുടെ തൊഴിലാളികളായി ജീവിക്കുകയാണ്. ഞാറനീലി സെറ്റിൽമെന്റ് കോളനിയിലെ കരുണാകരന്റെ 2 ഏക്കർ സ്ഥലത്തെ 150 റബ്ബർ മരങ്ങൾ 2 വർഷത്തേക്ക് 1,35,000 രൂപയ്ക്കാണ് ഒരാൾ പാട്ടത്തിനെടുത്തത്. ഒരുവിധമൊക്കെ മാന്യമായി ഗവൺമെന്റ് ജോലി ഉള്ളവർ പിടിച്ചു നിന്ന് പോകും. അല്ലാത്തവരെന്ന് പറയുമ്പോൾ ഇതിന്റെ വരുമാനം മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തെ 4000 ഏക്കർ ആദിവാസി ഭൂമിയിൽ സർക്കാരും റബ്ബർ ബോർഡും നട്ടുവളർത്തി നൽകിയ തോട്ടങ്ങളിൽ ഭൂരിഭാഗവും ഇതേപോലെ പാട്ടക്കാരുടെ കൈവശമാണ്. ആദിവാസി ഭൂമി പാട്ടത്തിനെടുക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചാണ് പാട്ടക്കാരുടെ ഈ കൊള്ള. എന്നാൽ പണത്തിന്റെ അത്യാവശ്യവുമായി എത്തുന്ന ആദിവാസികളുടെ നിർബന്ധം മൂലമാണ് റബ്ബർ തോട്ടങ്ങൾ പാട്ടത്തിനെടുക്കുന്നതെന്നാണ് പാട്ടക്കാരുടെ ന്യായം. വെട്ടിയെടുക്കാൻ വയ്യ, മറ്റേ 10 പൈസ കുറച്ച് കിട്ടുമ്പോൾ കുറച്ച് ദിവസം അടിച്ച് പൊളിച്ച് ജീവിക്കാമായിരിക്കും. ഇപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ 2 കൊല്ലത്തിൽ കൂടെ വീണ്ടും വാങ്ങിക്കും. അങ്ങനെയാണ് വാങ്ങിക്കണത്. പിന്നെ നമ്മളെ പൈസ നമുക്ക് മുതലായി കിട്ടണ്ടേ. പരാതിയില്ലാത്തത് കൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്ന് പറഞ്ഞ് പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈകഴുകുന്നു. സഹായം ചെയ്തു കൊടുത്താൽ മാത്രം പോരാ, അത് അവർ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അധികാരികൾ ഉറപ്പുവരുത്തുകയും വേണം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സുനിൽ പാപ്പനങ്ങോടിനും ഉണ്ണികൃഷ്ണനുമൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. NSS ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതുപോലെയുള്ള വർത്തമാനം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. സുകുമാരൻ നായർ പറഞ്ഞത് അല്പത്തമാണെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ ആരോപിച്ചു. ഇയാള് മുഖ്യമന്ത്രിക്ക് നെറിവില്ല, സംസ്കാരമില്ല, പറയുന്ന വാക്കുകൾക്ക് സ്ഥിരതയില്ല. അങ്ങനെ ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ പറ്റി ഒരു സമുദായ നേതാവും ഇത്തരം തരം താന്ന പദപ്രയോഗം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ അല്പത്വമാണ് കാണിച്ചത്. കാരണം NSS എന്ന് പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരുന്ന ആരും തന്നെ ഇതുപോലുള്ള തറ വർത്തമാനം പറഞ്ഞ ചരിത്രം NSS-നില്ല. മാത്രമല്ല, NSS-ന്റെ ജനവിധി അറിയാൻ ഇനി 5 നാൾ. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചവറ. NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണിനും ചവറയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിനാകെ കുടിവെള്ളം നൽകിയ മന്ത്രിയാണ് NK പ്രേമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളം കുടിച്ചോ എന്ന് മന്ത്രിയോട് ചോദിച്ചു. വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഇത്രയും മാനസിക പീഡനം അനുഭവിച്ച തെരഞ്ഞെടുപ്പ് കാലമില്ലായിരുന്നുവെന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ 5 വർഷം ആരെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവരെല്ലാം തെരഞ്ഞെടുപ്പിൽ എതിരായി. വിജയസാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രേമചന്ദ്രന്റെ ഉത്തരം ഇങ്ങനെ: ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ സ്വാർത്ഥപരമായ ഇത്തരം താല്പര്യങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. വേണമെങ്കിൽ അതിന് നിഷ്പക്ഷ സമൂഹമെന്നും വിശേഷിപ്പിക്കുക. ആ സമൂഹത്തിന്റെ ഒരു വലിയ പിൻബലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിശ്വാസമാണ് വിജയപ്രതീക്ഷയ്ക്കുള്ള ഏക ഘടകം. അല്ലാതെ ഒരു ഘടകവും വിജയപ്രതീക്ഷയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷിബു ബേബി ജോണിന്റെ സ്വപ്നം അറിയാൻ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. കഴിഞ്ഞ പരീക്ഷ തോറ്റതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് നന്നായി ഗൃഹപാഠം ചെയ്തിരുന്നുവെന്ന് ഷിബു ബേബി ജോൺ പറയുന്നു. റിസൾട്ട് അറിയാനുള്ള കാത്തിരിപ്പിന് നീളം ഇത്തിരി കൂടിപ്പോയി. ഞാനതിനെ കാണുന്നത് സ്ഥാനാർത്ഥികൾക്കൊരു വിശ്രമിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജയിക്കുന്നവർ വീണ്ടും MLA-മാരായി വീണ്ടും കഠിനാധ്വാനത്തിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ ഒരു ടെൻഷനില്ലാതെ അല്ലെങ്കിൽ ഒരു വിശ്രമ ഇതായിട്ട് ഒരു മാസം കിട്ടുന്നത് ഈ സമയമാണ്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് കിട്ടുന്നതായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. 2 RSPക്കാർ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. ഇവിടെ ഗ്രേഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ തോൽവി. അതറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ഇടുക്കി ജില്ലയിൽ ഇരു മുന്നണികളും 5 മണ്ഡലങ്ങളിലും വിജയം അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണ മുന്നണി മാറി മത്സരിച്ച PJ ജോസഫും തൊടുപുഴയിൽ വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വാഴത്തോപ്പ് ഗവൺമെന്റ് സ്കൂളിലും ദേവികുളത്തേത് മൂന്നാർ ഗവൺമെന്റ് സ്കൂളിലുമാണ്. ഉടുമ്പൻചോലയിലേത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും പീരുമേട്ടിലേത് സെന്റ് മരിയ സ്കൂളിലുമാണ്. തൊടുപുഴയിൽ ന്യൂമാൻ കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം.
ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പുകൾക്കിടയിൽ പലതവണ പല തലത്തിൽ കൂട്ടിക്കിഴിച്ചിട്ടും ഇവിടെ രണ്ട് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളുടെ കാര്യങ്ങൾ പരിശോധിച്ചു, വരാത്ത ആളുകളുടെ കാര്യങ്ങൾ പരിശോധിച്ചു. എല്ലാം ശേഷം തരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പീരുമേടും ഉടുമ്പൻചോലയും ഉൾപ്പെടെ 5 നിയോജകമണ്ഡലങ്ങളും UDF നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം 3 നിയോജകമണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. തൊടുപുഴയിലും ഇടുക്കിയിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. തൊടുപുഴയിൽ ഏറെക്കാലത്തിന് ശേഷം മുന്നണിമാരെ മത്സരിച്ച PJ ജോസഫ് ഇത്തവണയും തിളക്കമാർന്ന വിജയം പ്രതീക്ഷിക്കുന്നു. നല്ല ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തൊടുപുഴയിൽ കോൺഗ്രസുകാർ PJ ജോസഫിനെ കാലുവാരിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് LDF. പേരുമേട്ടിൽ CPM-കാർ CPI സ്ഥാനാർത്ഥിക്കെതിരെ കാലുവാരിയതായി UDF-ഉം പ്രതീക്ഷിക്കുന്നു. ഉടുമ്പൻചോലയിൽ LDF സ്ഥാനാർത്ഥിക്കായി 7 വോട്ടുകൾ കേന്ദ്രീകരിച്ചതിനെതിരെ ക്രൈസ്തവ വോട്ടുകളുടെ ധ്രുവീകരണം നടന്നതായും UDF പ്രതീക്ഷിക്കുന്നു. ഇരുകൂട്ടരുടെയും പ്രതീക്ഷകളുടെ നിജസ്ഥിതിയാണ് വരുന്ന വെള്ളിയാഴ്ച വാതിലുകൾ തുറക്കുന്നതിലൂടെ വെളിവാകുക. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ബംഗാൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നന്ദിഗ്രാമിലും സിംഗൂരിലും തിരിച്ചടിയേറ്റെങ്കിലും പശ്ചിമ ബംഗാളിൽ പലയിടത്തും വ്യവസായങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് ഇടത് സർക്കാർ. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വ്യവസായവൽക്കരണ നയവുമായി മുന്നോട്ടു പോകുമെന്ന് CPM പ്രാദേശിക നേതാക്കൾ പറയുന്നു. കൃഷി അടിസ്ഥാനം, വ്യവസായം നമ്മുടെ ഭാവി, ഈ മുദ്രാവാക്യമാണ് 2006-ൽ ഇടതുപക്ഷം പശ്ചിമബംഗാളിൽ മുന്നോട്ട് വെച്ചത്. പഴയ ഫാക്ടറികൾ പൂട്ടി, പുതിയ കാലത്തിന്റെ വ്യവസായങ്ങൾ വരുന്നില്ല. ഈ അവസ്ഥ പരിഹരിക്കാൻ ഇറങ്ങിയ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് സിംഗൂരിലും നന്ദിഗ്രാമിലും കാലിടറി. എങ്കിലും വ്യവസായവൽക്കരണ നയത്തിൽ മാറ്റം വരുത്താൻ CPM തയ്യാറല്ല. നന്ദിഗ്രാമിന് ശേഷവും രാജർഘട്ടിലും മുർഷിദാബാദിലും സർക്കാർ വ്യാപകമായി ഭൂമി ഏറ്റെടുത്തു. നന്ദിഗ്രാമിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ MP ലക്കൻ സേത്തും പിന്മാറാൻ തയ്യാറല്ല. ഫാക്ടറിക്കായി മറ്റൊരു സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞുവെന്ന് ലക്കൻ സേത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. We are not rejecting the policy of industrialization, but without industrialization, the employment cannot be generated. That is why we are strict to our policy of industrialization. തൊഴിലവസരങ്ങൾ ഇല്ലാത്തതിനാൽ പുതിയ തലമുറ പാർട്ടിയിൽ നിന്ന് അകലുന്നു എന്നതാണ് CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലെത്തിയാൽ എന്തു വന്നാലും താൻ ഇപ്പോഴത്തെ വ്യവസായ നയം തുടരുമെന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമബംഗാളിലെ രാജർഘട്ടിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് കുരിശ്ശേരിക്കൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ആന്ധ്രയിലെ 2 മണ്ഡലങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ മണ്ഡലമായ കടപ്പയിലും നിയമസഭാ മണ്ഡലമായ പുലിവെണ്ടുലയിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിമാനാപകടത്തിൽ മരിച്ച ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ ഭാര്യ YS വിജയമ്മ പുലിവെണ്ടുലയിലും മകൻ YS ജഗൻമോഹൻ റെഡ്ഡി കടപ്പയിലും മത്സരിക്കുന്നു. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് ഇരുവരും MLA MP സ്ഥാനങ്ങൾ രാജിവെച്ച സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് ലോക മാതൃദിനം. അണുകുടുംബം സ്വപ്നം കാണുന്ന പുതുതലമുറയ്ക്ക് കൌതുകം പകരുന്ന ചരിത്രമാണ് കോഴിക്കോട് കുന്നമംഗലത്തെ കുഞ്ഞീബിയുടേത്. കുഞ്ഞീബി ഉമ്മാക്കിയ മക്കൾ 15. കുന്നമംഗലം മലാക്കുഴിയിൽ കുഞ്ഞീബിക്ക് മൂത്തമകൾ അമിനയെ പ്രസവിക്കുമ്പോൾ പ്രായം 14. അതിനുശേഷം 14 പ്രസവങ്ങൾ കൂടി. ഇളയ മകൻ സലിലിന് 22 വയസ്സ്. മക്കളും ചെറുമക്കളുമായി കുഞ്ഞീബിയുടെ കുടുംബവനത്തിൽ ഇപ്പോൾ 172 പേർ. 15 പെറ്റ അമ്മയാണെന്നറിയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ ചെറുപ്പക്കാരികൾ കുഞ്ഞീബിയെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. നമ്മളൊന്നും പറയണ്ടല്ലോ കുട്ടികളോട്, സ്നേഹം വിചാരിച്ച് നോക്കുക എല്ലാവരും. അതേ വിചാരിക്കുന്നുള്ളൂ. കുഞ്ഞീബിയുടെയും ഭൂപതി അബൂബക്കർ ഹാജിയുടെയും മക്കളിൽ ഷക്കീൽ മരിച്ചു. മറ്റു 14 പേരും അവരവരുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ആശുപത്രിയും വൈദ്യസഹായവും കാര്യമായില്ലാതിരുന്ന കാലത്താണ് കുഞ്ഞീബി 15 മക്കളെ പ്രസവിച്ചത്. ആധുനിക സൗകര്യങ്ങൾ ഏറെയുള്ള ഇക്കാലത്ത് പുതിയ തലമുറയിലെ സ്ത്രീകൾ പ്രസവിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടെന്ന് കുഞ്ഞീബിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഒരിടവേള കൂടി. ത്തിന്റെ കുടമാറ്റത്തിന് മാറ്റുകൂട്ടാനായി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഒരുങ്ങുകയാണ്. പഴമയിൽ നിന്ന് പുതുമയുണ്ടാക്കുകയാണ് നിർമ്മാതാക്കൾ. മയിൽപ്പീലിത്തണ്ട്, വർണ്ണക്കടലാസുകൾ, കല്ലുകൾ, സ്ഫടികം, സ്വർണ്ണക്കുമിളകൾ എന്നിവ ഉപയോഗിച്ചാണ് ആലവട്ടത്തിന്റെ നിർമ്മാണം. യാക്കെന്ന മൃഗത്തിന്റെ വാലിലെ രോമം ഉപയോഗിച്ചാണ് വെഞ്ചാമരങ്ങൾ നിർമ്മിക്കുന്നത്. മുത്തുകുടകളുടെ നിർമ്മാണത്തിലെ മത്സരം വെഞ്ചാമരങ്ങളുടെ നിർമ്മാണത്തിലും ഇരുവിഭാഗവും നിലനിർത്തുന്നു. തിടമ്പേറ്റുന്ന ആനകളിൽ ഉപയോഗിക്കുന്ന വെഞ്ചാമരത്തിലാണ് പ്രത്യേക കരവിരുത് ഉപയോഗിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പാറമേക്കാവിന് വേണ്ടി ആലവട്ടങ്ങൾ നിർമ്മിക്കുന്നത് ചാത്തനാത്ത് തറവാട്ടുകാരാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കുടുംബാംഗങ്ങൾ ആലവട്ടത്തിന്റെ നിർമ്മാണത്തിലാണ്. മറ്റ് സാധാരണ പൂരങ്ങൾക്ക് നൽകുന്ന ആലവട്ടത്തേക്കാൾ കൂടുതൽ വർണ്ണ
ശബളമായ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള രീതിയിൽ ആലവട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് 40 കൊല്ലവും 40 തരത്തിലുള്ള ആലവട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടവത്ത് ചന്ദ്രനാണ് തിരുവമ്പാടിക്ക് വേണ്ടി ആലവട്ടങ്ങൾ നിർമ്മിക്കുന്നത്. പീലിവൃത്തത്തിന് നടുവിൽ തീർത്തിരിക്കുന്ന അമ്പാകൃതിയിലുള്ള രൂപകൽപ്പനയാണ് തിരുവമ്പാടിയുടെ ആലവട്ടത്തിന്റെ പ്രത്യേകത. ആലവട്ടങ്ങൾക്ക് മാറ്റുകൂട്ടാനായി വിവിധ വർണ്ണത്തിലുള്ള കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്നും ക്യാമറമാൻ MA ജിജോയ്ക്കൊപ്പം കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് സ്പെഷ്യലിൽ ഒറ്റത്തടിയിൽ മനോഹരമായ കഥകളി രൂപങ്ങൾ സൃഷ്ടിക്കുന്ന കലാകാരനെ പരിചയപ്പെടാം. ശില്പനിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാതെയാണ് ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥനായ സുകുമാർ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കുമിഴിൽ തീർത്ത വെള്ളത്താടി വെച്ച ഹനുമാൻ, ബാലിയുടെ രൗദ്രവേഷം, ശാന്തബുദ്ധൻ. സുകുമാർ ചെത്തിയെടുത്ത രൂപങ്ങൾ നിരവധിയാണ്. കഥകളി പഠിച്ചിട്ടില്ലെങ്കിലും താൽപര്യം കഥകളി രൂപങ്ങൾ ചെയ്യാൻ. ശില്പനിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ അജ്ഞാതം. പക്ഷേ ഉളിയുമായിരുന്നാൽ ഒറ്റത്തടിയിൽ വിരിയുന്ന സുകുമാരകലയ്ക്ക് ഇതിന്റെയൊന്നും പോരായ്മയുണ്ടാകില്ല. ഓഫീസ് ജോലിക്കിടെ ഒരു ശില്പം പൂർത്തിയാകാൻ 6 മാസമെങ്കിലും എടുക്കും. ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കഥകളി വേഷമിട്ട് ഇങ്ങനെ നിൽക്കുന്ന കഥകളി കാണുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഞാൻ മനസ്സിലിങ്ങനെ ഒരു ഐഡിയ. പിന്നെ അത് കൂടാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടിരുന്ന കരിങ്ങാട്ടാന്നൊരു മരത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം പുള്ളിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന ചെറിയ മരക്കഷ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു മുഖമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്നാണ് ഇതിനൊരു താല്പര്യം വന്നത്. തന്റെ കഥകളി ശില്പങ്ങളുമായി കഥകളിയുടെ ഈറ്റിലമായ കലാമണ്ഡലത്തിലും പോയിട്ടുണ്ട് സുകുമാർ. തോരണയുദ്ധത്തിലെയും ലവണാസുര വധത്തിലെയും ഹനുമാനെ അവിസ്മരണീയമാക്കിയ കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ സുകുമാരന്റെ ഹനുമാൻ ശില്പം കണ്ട് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. രൂപഭംഗിയൊത്ത ദമയന്തിയെ സൃഷ്ടിക്കുന്നതിന് തിരക്കിലാണ് ഫാക്ടറിയിലെ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ. 3 മാസം കഴിഞ്ഞ് ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ ശില്പനിർമ്മാണത്തിൽ പൂർണ്ണമായി മുഴുകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മറ്റ് സ്പോർട്സ് വാർത്തകൾ. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ സൈന നെഹ്വാൾ തോറ്റു. ചൈനയുടെ വാങ്സിനാണ് സൈനയെ തോൽപ്പിച്ചത്. സ്കോർ 13-21, 21-8, 21-14. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നയാ പൈസയുടെ കള്ളപ്പണമില്ലെന്ന് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ആദായ നികുതി വകുപ്പിന്റെ വെളിപ്പെടുത്തൽ വാസ്തവ വിരുദ്ധമെന്നും KGB ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഒരൊറ്റ പൈസയെങ്കിലും ഈ ഡയറക്ടർക്ക് ഈ ബ്ലാക്ക് മണിയായിട്ട് എന്റെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടോ? അതിരപ്പള്ളി പദ്ധതിക്ക് അന്തിമ അനുമതി വൈകിക്കരുതെന്ന് KSEB. പദ്ധതിയില്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകണമെന്നും ആവശ്യം. നോയിഡയിൽ കർഷകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 6 അന്വേഷിക്കുമെന്ന് ഉത്തർപ്രദേശ് DGP. ആഗ്രയിലും കർഷകരും പോലീസും തമ്മിൽ സംഘർഷം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം വൈകും. സമിതിയിലെ 2 അംഗങ്ങൾ പിന്മാറി. വ്യക്തിപരമായ തിരക്കുകൾ മൂലമാണ് പിന്മാറുന്നതെന്ന് നടി മേനകയും സംഗീത സംവിധായകൻ ജോൺസണും.